അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ 9ാം നാളിൽ വഴിത്തിരിവ്. ഭാരത് ബെൻസിന്റെ ട്രക്ക് ഗംഗാവലി പുഴയിൽ 15 മീറ്റർ ആഴത്തിൽ കണ്ടെത്തി. നാവികസേനയുടെ സോണാർ സ്കാനിംഗിലാണ് നിർണായകമായ സൂചന ലഭിച്ചത്. നേവിയുടെ സ്കൂബ ഡൈവർമാർ അടങ്ങുന്ന സ്പെഷ്യൽ ടീം സ്പോട്ടിലെത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് മടങ്ങി. ട്രക്ക് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഉയർത്താൻ ഒരുപക്ഷെ നാളെ ശ്രമിച്ചേക്കും. ഇന്ന് ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. അർജുനെ തേടി ഈ ദിവസം ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ കെ മധുവും കെ ബി ശ്രീധരനും ഷിരൂരിൽ തന്നെ ഉണ്ട്. അവരോടൊപ്പം അവിടുത്തെ രക്ഷാപ്രവർത്തകരും പ്രധാനപ്പെട്ട ഈ രക്ഷാപ്രവർത്തനത്തിന് കോർഡിനേറ്റ് ചെയ്യുന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകളുണ്ട്. ഒപ്പം നമുക്ക് ഇവിടെ ദുരന്ത നിവാരണ വിദഗ്ധനായ റെസ്ക്യൂ വിദഗ്ധനായ ശ്രീ അരുൺ ഭാസ്കർ, കേണൽ ഡിന്നി, അതുപോലെ തന്നെ കെ രവീന്ദ്രൻ അർജുൻ്റെ അയൽവാസിയാണ് തുടങ്ങിയവരുണ്ട്. ജനപ്രതിനിധികളെയും പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരല്പസമയം മുൻപാണ് അവിടെ കാർവാർ SP സംസാരിക്കുകയുണ്ടായത്. തുടർന്ന് എന്താണ് നാളെ നടക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെസ്ക്യൂ ടീമാണ് തീരുമാനിക്കുക, അവരാണ് അറിയിക്കുക. കെ ബി ശ്രീധരൻ അവിടെ ഷിരൂരിൽ തന്നെ ഉണ്ട്. ശ്രീധരൻ, ഒരുപക്ഷെ 9ാം ദിവസം കാത്തിരുന്ന ആ വാർത്ത വന്നു എന്ന് പറയാം. കാത്തിരുന്ന വാർത്ത എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല എങ്കിൽ പോലും ലോറി കണ്ടെത്തി കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണ്. ഈ 9 ദിവസത്തിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് ഈ ലോറി കണ്ടെത്തിയത്. അല്പസമയം മുൻപ് ഞാൻ ശ്രീധരനോട് സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ SP സംസാരിക്കുന്നത് കണ്ടിരുന്നു. ലോറി എന്തായാലും സ്പോട്ട് ചെയ്തിരിക്കുന്നു. അത് ഗംഗാവലി പുഴയിൽ 15 മീറ്റർ ആഴത്തിൽ കിടക്കുകയാണ്. എന്താണ് ഇനിയുള്ളത്? ഇനിയുള്ളത് ലോറി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഷ്റഫ് MLA നമ്മളൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ് നമുക്ക് അഷ്റഫ് MLA ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അഭിലാഷ് നേരിട്ട് തന്നെ അദ്ദേഹത്തോട്. ശ്രീ AK അഷ്റഫ്, ഞാൻ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി അവിടെ തമ്പടിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരർത്ഥത്തിൽ നേതൃത്വം കൊടുത്തു വരികയാണ്. അതിന് കേരളത്തിലെ ജനങ്ങളുടെ നന്ദി കൂടി താങ്കളെ അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇപ്പോൾ താങ്കളാണ് ആദ്യമായിട്ട് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടു എന്നൊരു സൂചന ഇന്ന് ഉച്ചയ്ക്ക് നൽകിയത്. അതൊരു വലിയ ലീഡായിരുന്നു. ഇപ്പോൾ ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി ഈ ലോറി ലിഫ്റ്റ് ചെയ്യുമോ പൂർണ്ണമായും? എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഞാൻ അങ്ങനൊരു പുറത്ത് വന്നപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അകത്തുള്ള ഇവിടുത്തെ ആളുകൾ വല്ലാത്തൊരു എന്നെ കുറിച്ചിട്ട് പല രീതിയിലുള്ള ബ്ലെയിം വന്നു. സത്യത്തിനും അതിനുശേഷം വീണ്ടും ഇവിടുത്തെ കാർവാർ MLA സതീഷ് ശൈൽ തുടക്കം മുതൽ നമ്മളുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ച, മലയാളികൾക്കെന്നും നന്ദി ഉണ്ടാവേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹവും. ഞാനും ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറും SP-യും ഞങ്ങളിവിടെ ജാക്കറ്റ് ധരിച്ച് അതേ നമ്മുടെ ഗംഗാവലി പുഴയിൽ ഈ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഞങ്ങൾ പോയിരുന്നു. നല്ല വെള്ളച്ചാട്ടമാണ്. ഈ ബോട്ടിന് മൂവ് ചെയ്യാൻ പോലും ഏറ്റവും വിദഗ്ധരായ ടീമിന് പോലും അത് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഏതായാലും നമ്മൾ ദിവസങ്ങളായി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാധ്യമങ്ങൾ, ഞാനൊക്കെ വല്ലാത്ത അത്ഭുതത്തോടു കൂടി കാണുകയാണ്. കോരിച്ചൊരിയുന്ന മഴ, അതിനിടയിൽ മണ്ണിടിച്ചൽ, പ്രതികൂല കാലാവസ്ഥ. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ലോകത്തിന് മാതൃകയായ രീതിയിലാണ് അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കേരളക്കാരുടെ ഈ നമ്മളെയൊക്കെ പ്രിയപ്പെട്ട അർജുനു വേണ്ടി ഇടപെടൽ നടത്തിയത്. ഇവിടെ ആ ഇടപെടൽ ലോകം മുഴുവനും വലിയ രീതിയിലുള്ള ഇത് ശ്രദ്ധയാകർഷിച്ചെന്ന് മാത്രമല്ല പലരുടെയും കണ്ണു തുറപ്പിക്കാൻ കഴിഞ്ഞു. ആരംഭത്തിൽ 2 ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ ഇതിനൊരു താളം തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ നമുക്ക് ഏതായാലും അത് ട്രക്ക് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിച്ചു. അതിൻ്റെ മീറ്ററും ഫീറ്റും കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നാളെ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ 10 മണി വരെ അതിൻ്റെ ബേസായിട്ടുള്ള വർക്കുകൾ കൂടി നടക്കുന്നുണ്ട്. കളക്ടറും SP അടക്കം ഉള്ള ആളുകൾ ഔദ്യോഗികമായി ഒരു മീഡിയകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ 2 MLA-മാരുടെ കൂടെ ഇന്ന് ആദ്യമാണ്. എന്തായാലും നാളെയോടുകൂടി നമ്മളൊക്കെ പ്രാർത്ഥിച്ച, നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ വീട്ടിലെയും അംഗമായി മാറിയ പ്രിയപ്പെട്ട അർജുൻ നമുക്ക് തിരിച്ചു ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഇന്നലെ എത്തിയത് ഒരു ബൂമാണെങ്കിൽ ഇന്ന് വീണ്ടും രാത്രിയോടുകൂടി ഒരു ബൂം ഇറ്റാച്ച് കൂടി എത്തുന്നുണ്ട്. ബാക്കിയുള്ള ഡ്രോൺ എത്തുന്നുണ്ട്. ആർമിയുടെ എല്ലാ സംവിധാനങ്ങളോടുകൂടി നമുക്ക് നമ്മുടെ അർജുനെ നാളെ കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. അഷ്റഫ്ജി, താങ്കൾ അവിടുത്തെ രക്ഷാ ദൗത്യം കോർഡിനേറ്റ് ചെയ്യുന്നവരുമായി സംസാരിച്ചല്ലോ. നാളെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു 18-അംഗ ടീം നേവിക്കുണ്ട്. അവരുടെ സ്കൂബ ഡൈവർമാരടക്കമുള്ള ആളുകളുണ്ട്. അവർ വെള്ളത്തിലേക്ക്, ഈ ലോറിയുടെ അടുത്തേക്ക് ഇറങ്ങി അവിടെ ആ ക്യാബിൻ പരിശോധിക്കുകയാണോ ചെയ്യുക, അതോ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ ഈ ബൂമുകൾ ഉപയോഗിച്ച് ഈ ലോറി ലിഫ്റ്റ് ചെയ്യുക? ലോറി ലിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായിട്ടുണ്ടോ? തീർച്ചയായും ഈ
നമ്മളത് ആ ഒരു ലൊക്കേഷനിൽ പോയി മടങ്ങി വന്നതിന് ശേഷം നല്ല മഴ പെയ്തു. ആ സമയത്ത് ഇവിടുത്തെ DC-യും MLA-യും അവരെ നടത്തുന്ന ചർച്ചയിൽ ഞാനും കൂടി പങ്കെടുത്തിരുന്നു. അതിനിടയിൽ നമ്മുടെ മലയാളിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം കൂടി ഈ നാളത്തെ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിനും ഈ ആഴത്തിലുള്ള നമ്മുടെ ട്രക്ക് കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നു എന്നാണ് അറിഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇവർ വിളിച്ചു ചേർത്ത അങ്കോല ഇൻ്റർനാഷണൽ ഹോട്ടലിൽ സൂമിലൂടെ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ്. കേരളത്തിലൊരു MLA എന്ന നിലയ്ക്ക് എന്നെ അവർ പങ്കെടുപ്പിച്ചിരുന്നു. ആ സമയത്തൊക്കെ അവർ പങ്കുവെച്ചൊരു കാര്യം, നിങ്ങളുടെ കേരളത്തിലെ മീഡിയാസ് ഞങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങളെയൊന്നും കാണുന്നില്ല, ഞങ്ങളെ ബ്ലെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാതി എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞാൻ ഡാറ്റ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മീഡിയകൾ ആരും നിങ്ങളെക്കുറിച്ച് കുറ്റപ്പെടുത്തിയിട്ടില്ല. നമുക്കൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഒരു മനുഷ്യന് മാത്രമല്ല, ഒരു വലിയ ട്രക്കും 300ഓളം മരക്കഷ്ണങ്ങളുള്ള ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ഫെയിലിയർ അല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അവർ സമ്മതിക്കുന്നതിനിടയിൽ അവർ വലിയ ചാലഞ്ചായി ഇന്ന് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ അവർ നമ്മളെക്കാളും കൂടുതൽ, കേരളത്തിലെ മീഡിയകളെക്കാളും കൂടുതൽ, കേരളത്തിലെ ജനങ്ങളെക്കാളും കൂടുതൽ അവർ കർണാടകത്തിലെ ഗവൺമെൻറ് എന്ന് പറയാം, അവർ വലിയൊരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർ ആദ്യമായിട്ടാണ് മീഡിയകൾക്ക് മുമ്പിൽ ഇവിടുത്തെ DC വന്നത്, SP വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ 100% റിസൾട്ട് ഉണ്ടാകും. ഞാനിപ്പോൾ ഓരോ ദിവസവും മീഡിയാസിനെ കാണുമ്പോൾ, രാവിലെ പോകുമ്പോഴും വൈകുന്നേരം വരുമ്പോഴും നമുക്കൊരു റിസൾട്ട് ഉണ്ടാകും. അർജുനെ കണ്ടു കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞ ഒരാളാണ്. ഇന്ന് അതുപോലെയല്ല. തീർച്ചയായും അവരൊക്കെ വല്ലാത്തൊരു ഹാപ്പിയിലാണ്, കഠിന പ്രയത്നത്തിന് ഫലം കിട്ടിയ സന്തോഷത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ്. നാളെ നമുക്ക് എന്തായാലും നമ്മൾ അർജുനെയും ആ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ കൃത്യമായ അവർ തന്നെ ക്ലാരിഫിക്കേഷൻ ഇവിടുത്തെ SP കൊടുത്തു, കലക്ടർ പറഞ്ഞു, ഇവിടുത്തെ സതീഷ് MLA പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നാളെ എന്തായാലും ഒരു ഉച്ചയോടുകൂടി നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള 100% പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ്. ഞാനും ഇവിടെ ഈ 5 ദിവസത്തെ എൻ്റെ അനുഭവം വെച്ച് ഇന്ന് എല്ലാം കൊണ്ട് നമുക്കൊരു പോസിറ്റീവായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ നേരത്തെ തന്നെ ഈ NDRF-ഉം മറ്റും ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ്, അതായത് നദിയിലാണെന്ന് അവർ നേരത്തെ പറഞ്ഞതാണ്, അവിടെയാണ് ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരാണ് കരയിലുണ്ടാകും, കരയിലാണ് തിരയേണ്ടത്, കരയിലെ മണ്ണ് മാറ്റണമെന്ന് ഇൻസിസ്റ്റ് ചെയ്തത്. അതൊരർത്ഥത്തിൽ മിസ്ലീഡിംഗ് ആയോ? ഒരു പക്ഷേ രക്ഷാപ്രവർത്തകർക്ക്, അതായത് ഈ NDRF അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങൾ തുടങ്ങിയവർക്ക് അതൊരു ബുദ്ധിമുട്ടായോ? തീർച്ചയായും അവരത് പറയുന്നുണ്ട്. നമ്മളാണ് വാശി പിടിച്ചത്. നമ്മൾ പറഞ്ഞു ഈ മണ്ണിനടിയിലാണ് നമ്മുടെ ട്രക്ക് ഉള്ളത്, നമ്മുടെ GPS അവിടെയാണ് അതിൻ്റെ സിഗ്നൽ അവസാനമായി കാണുന്നത്, നമ്മുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനമായി കാണുന്നത്. ആ വാശി പിടിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രവർത്തകരുടെ നിർദ്ദേശവും രാഘവട്ടം MP വന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളും അവിടെ തെരച്ചിൽ നടത്തുന്ന വാശി പിടിച്ച ആളുകളാണ്. അപ്പോഴും കർണാടകത്തിലെ ഭരണകൂടം, കർണാടക നിയോഗിച്ച ടീമുകളൊക്കെ ഇത് പുഴയിലാണ്, ഗംഗാവലി പുഴയിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ഫൈറ്റ് ചെയ്ത് ആ സ്ഥലങ്ങളിൽ 3 ദിവസം തെരച്ചിൽ നടത്തിയപ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സിഗ്നലുകളൊക്കെ ലഭിച്ചുവെങ്കിലും നിരാശപ്പെടുത്തി നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ വന്ന സമയത്ത് തന്നെ ഈ സ്ഥലം നിങ്ങളൊന്ന് തെരച്ചിൽ നടത്താൻ അനുവദിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും വളരെ നന്ദി ശ്രീ AK അഷ്റഫ് അവിടെ നിന്ന് സംസാരിച്ചതിന്. ഗംഗാവലി പുഴയുടെ അടുത്ത് നിന്ന് എന്താ പറയുക, നമ്മൾ ഗ്രൗണ്ട് സീറോ എന്നൊക്കെ പറയില്ലേ, അവിടെ നിന്നാണ് AK അഷ്റഫ് സംസാരിച്ചത്. ഇന്ന് AK അഷ്റഫാണ് ആദ്യത്തെ സൂചന, ഇത് സംബന്ധിച്ച് ആദ്യത്തെ സൂചന നൽകിയത്, ഒരു ശുഭസൂചന നൽകിയത്, ലോറിയിലേക്ക് എത്തുന്ന ആദ്യത്തെ സൂചന നൽകിയത്. ഇനി അടുത്ത ദിവസങ്ങളിൽ, ഇനി രാത്രി ഒരു രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കുത്തൊഴുക്കുള്ള വലിയ പുഴയാണ് ഗംഗാവലി പുഴ. ഈ ഗംഗാവലി പുഴയിൽ 15 അടി താഴ്ചയിൽ മണ്ണിൽ പൂഴുന്ന നിലയിലാണ് ഭാരത് ബെൻസിൻ്റെ ഈ ലോറി ഉള്ളത്. ആ ലോറിയിലേക്ക് എത്തണം എങ്കിൽ കാലാവസ്ഥ കൂടി അനുകൂലമാകേണ്ടതുണ്ട്. അത് നാളെ പകലായിരിക്കും നടക്കുക. അതിന് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ള നേവിയുടെ സംഘം ഉണ്ട്. അവർ ആ ലോറിയുടെ അരികേക്ക് എത്തും. അത് ഈ രക്ഷാപ്രവർത്തനത്തിലെ അല്ലെങ്കിൽ ഈ തെരച്ചിലിലെ ഒരു നിർണായകമായ ഘട്ടമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി അത് പുറത്ത് എടുക്കാനുള്ള ശ്രമവും നടത്തും. അതോടുകൂടി കേരളം കഴിഞ്ഞ 9 ദിവസമായി കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനത്തിന് തിരശ്ശീല വീഴും എന്ന് നമുക്ക് വിചാരിക്കാം. ശുഭപ്രതീക്ഷ ഇപ്പോഴും നമുക്ക് അതിൽ എത്ര ശുഭാപ്തി വിശ്വാസം എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യനബിൾ ആണ് എങ്കിൽ പോലും ഈ നിമിഷം നമുക്ക് അതാണ് പറയാൻ കഴിയുക. K. മധു കഴിഞ്ഞ 2-3 ദിവസമായി കൃത്യമായി ഈ
പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് അനുനിമിഷം റിപ്പോർട്ട് ചെയ്ത് വരികയാണ്. മധു, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ ആശ്വാസ വാർത്ത, ഒരു പ്രധാനപ്പെട്ട ലീഡ് എത്തിയത്. അത് പ്രത്യേകിച്ച് ഈ നേവിയുടെ സോണാർ പരിശോധന, സോണാർ സ്കാനിംഗ് അടക്കം നൽകിയ ലീഡുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഗംഗാവലിപ്പുഴയുടെ ഈ ഭാഗത്ത്, ഈ മൺകൂനയ്ക്കകത്ത് ലോറി എന്ന കൃത്യമായൊരു സൂചനയിലേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്? അഭിലാഷ, എനിക്ക് ഇന്ന് വളരെ കഴിഞ്ഞ 9 പകലുകൾക്ക് ശേഷം വളരെ കൃത്യമായി ഇവിടെയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കടലോളം പോയി സാധ്യതകൾ ആരായേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന നേവിയുടെ സിഗ്നൽ വന്ന ആ നിമിഷം മുതൽ ആ നിർദ്ദിഷ്ട ബിന്ദുവിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു. കൂടുതൽ എഫക്റ്റീവായി, കൂടുതൽ കൃത്യതയോടെ, കൂടുതൽ സൂക്ഷ്മമായി വലിയ യന്ത്രക്കൈകൾ കൊണ്ടുവന്ന് അവിടെ തിരച്ചിൽ നടത്താം എന്നുള്ള തീരുമാനമെടുക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അക്ഷരാർത്ഥത്തിൽ നിശൂന്യമായിരുന്നൊരു സാഹചര്യമായിരുന്നു അഭിലാഷ്, അത് പറയാതിരിക്കാൻ വയ്യ. ഒഴിഞ്ഞ മുഖത്തോടെ വൈകിട്ട് മടങ്ങിപ്പോകേണ്ടി വരുന്ന ആ വലിയൊരവസ്ഥയായിരുന്നു അത്. പക്ഷേ ഇന്ന് നാളെ എവിടെയാണ്? ഞാൻ അല്പം മുമ്പ് ജിതിനുമായി സംസാരിച്ചു. ജിതിൻ പറയുന്നത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പ്രശ്നങ്ങൾക്കപ്പുറത്ത് നാളെ ഇവിടെ എത്തുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് എന്ന് ജിതിൻ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും പറയുന്നുണ്ട്, അഭിലാഷുണ്ട്, ഗിരീഷിനോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ ആ ഒരു ആശ്വാസത്തോടെ മുൻ ദിവസങ്ങളിലേതുപോലെ ഒഴിഞ്ഞ മുഖവുമായി പോകേണ്ടി വരാത്ത ഒരു സായാഹ്നത്തിൻ്റെ ആ സന്തോഷം, ആ തൃപ്തി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് വന്ന് അപ്പോൾ എല്ലാവരും ബാഹുബലി എന്നൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ആ നീളൻ കൈകൾ നദിയുടെ അടിത്തട്ടിലേക്ക് കോരിച്ചെന്ന് ചെളിയടക്കം മാന്തിയെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ തിരച്ചിലിനെ മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ വേഗത ഉള്ളതാക്കി മാറ്റി, ആ വേഗം കൂട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു യന്ത്രക്കൈ കൂടി ഇവിടേക്ക് എത്താൻ പോകുന്നു. പ്രാദേശികമായി സംഘടിപ്പിക്കാവുന്ന മുഴുവൻ മണ്ണുമാന്തികളും എത്തിച്ചുകൊണ്ട് നദീതീരത്തേക്ക് അടിഞ്ഞ, മലയോരത്ത് നിന്ന് മല ഇടിഞ്ഞു വന്ന് നദീതീരത്തടിഞ്ഞ മണ്ണ് മുഴുവൻ മാറ്റുന്ന അവസ്ഥയുണ്ടായി. അതിന് അപ്പുറത്ത് ഇന്ന് കാലാവസ്ഥ പ്രതികൂലമായില്ലെങ്കിൽ 10 മണി വരെ തിരച്ചിൽ എന്നുള്ളതാണ്. മണ്ണ് ഇപ്പോഴും അവിടെ നിന്ന് ചെറിയ തോതിൽ മാന്തിയെടുത്തുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ നിർണായകമായ ദിവസം, അതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. അഭിലാഷ്, എനിക്ക് തോന്നുന്നത് നമുക്ക് ലിൻഡോ ജോസഫിലേക്ക് പോകാം. ലിൻഡോയും അഷ്റഫിനെ പോലെ തന്നെ ആ യോഗത്തിൽ പങ്കെടുത്ത വന്ന ആളാണ് ലിൻഡോ. നാളത്തെ മാസ്റ്റർ പ്ലാനിനെ പറ്റി ലിൻഡോയ്ക്ക് പറയാൻ കഴിയും കുറച്ചുകൂടി കാര്യങ്ങൾ. ഞാൻ ലിൻഡോയിലേക്ക് പോകാം അഭിലാഷ്. ഓക്കെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നാളെ രാവിലെ വളരെ ഏർലി മോർണിംഗ് തന്നെ നമ്മുടെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നിലയിലാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീളം കൈകളുള്ള എക്സ്കവേറ്റർ കൂടി, ബൂം എക്സ്കവേറ്റർ കൂടി നാളെ ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ പരമാവധി മാന്തി യന്ത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നാളെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ട്രക്കിനെ എടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് കാലാവസ്ഥ, നേരത്തെ ജില്ലാ കളക്ടറുമായി ഞങ്ങൾ സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലേർട്ടിലേക്ക് മാറി. കാലാവസ്ഥ പ്രതികൂലമായി വന്നിട്ടുണ്ട്. സ്കൂബ പോലെയുള്ള നേവി ഉദ്യോഗസ്ഥർക്ക് ഈ പറഞ്ഞ ട്രക്ക് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥലത്ത് ഹോൾഡ് ചെയ്യാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ഒഴുക്ക് അതീവ തീവ്രമായ നിലയിലാണ്. അപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതിൻ്റേതായ ഒരു പ്രതിസന്ധി ഉണ്ട് എങ്കിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 6 മണി 7 മണിയാകുമ്പോഴത്തേനും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഒരു 10 മണി 11 മണി വരെ സമയം തെരച്ചിലിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവായ ഒരു സമീപനം ഇന്ന് പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയണം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമ്മുടെ ആർമിയുടെ കൈവശം കിട്ടിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ച് കൃത്യമായ ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വിവരമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ലിൻഡോ, നാളെ നേവിയുടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലാണോ ഓപ്പറേഷൻ? ഞങ്ങൾ ഏറ്റവും അവസാനവും നമ്മുടെ മീറ്റിങ്ങിന് തീരുമാനത്തിന് ശേഷം വീണ്ടും കളക്ടറെ കണ്ടിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞ വളരെ ഏർലി മോർണിംഗ് എത്രയാണ് നമുക്ക് സാധ്യമാവുന്ന വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ലിൻഡോ, ഞാൻ ചോദിക്കുന്നത് കേൾക്കാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം നാളെ രാവിലെ മുതൽ രക്ഷാപ്രവർത്തനമുണ്ട്. അവിടെ മാധ്യമങ്ങൾക്കും മറ്റുമൊന്നും പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വളരെ ശാസ്ത്രീയമായി, മുമ്പ് നമുക്ക് സാധാരണ നിലയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായാൽ അവിടെ വോളണ്ടറിയായി ഓടിയെത്തുന്ന രക്ഷാപ്രവർത്തകരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, അവരിവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നാളെ പൂർണ്ണമായും ഈ ദുരന്ത നിവാരണ സേനയുടെയും നേവിയുടെയും നേതൃത്വത്തിലായിരിക്കുമോ ഈ രക്ഷാപ്രവർത്തനം നടക്കുക? എന്താണ് അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടോ?
അതെ അത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ SOP പ്രകാരമാണ് കാര്യങ്ങൾ ഒരു 2-3 ദിവസങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. നാളെ കൂടുതൽ ഈ പറഞ്ഞ നേവിയുടെയും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൻ്റെയും ആർമിയുടെയും ഒക്കെ സഹായത്തോടു കൂടി കൂടുതൽ ആളുകളെ ഈ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ദൗത്യ സേനാംഗങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള ആലോചനയാണ് നടത്തിയിട്ടുള്ളത്. ഒപ്പം അവിടെ വന്നിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ അവിടെ വന്നിരുന്നു. രണ്ടഭിപ്രായമുണ്ട്. അവർ ഒരു ലേമാൻ യുക്തിക്കനുസരിച്ചാണ് പല കാര്യങ്ങളും നിർദ്ദേശിച്ചത്, അതുപോലെ നടന്നില്ല, നേരത്തെ പുഴയിൽ തപ്പാമായിരുന്നു തുടങ്ങിയ പലതരത്തിലുള്ള വാദങ്ങളുണ്ട്. പക്ഷേ ഈ പോയ ആളുകളൊക്കെ അവരുടെ സന്നദ്ധ സേവന താല്പര്യം കൊണ്ടും അവരുടെ കമ്മിറ്റ്മെന്റ് കൊണ്ടും പോയതാണ്. അവരോട് അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ മടങ്ങുകയാണോ അല്ലെങ്കിൽ മടങ്ങേണ്ടി വരുമോ, എന്താണ്? കുറച്ച് പേരൊക്കെ മടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ ഞാനും സച്ചിൻ ദേവും വന്ന ദിവസം തന്നെ ജില്ലാ കളക്ടറെയും ബന്ധപ്പെട്ട അധികാരികളെയും ബന്ധഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, എങ്ങനെയെങ്കിലും നമ്മുടെ ഏറ്റവും എക്സ്പേർട്ടുകളായിട്ടുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ ഒരു 25 പേരെങ്കിലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമാക്കണം എന്നൊരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്ന പ്രശ്നം SOP പ്രകാരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ആ നിലയിലുള്ള ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ സ്ലൈഡിങ്ങിന് ഇനിയും സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടി റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏർക്കിട്ടാൻ കഴിയില്ല. ഈ രാത്രി സമയങ്ങളിലെ കാര്യങ്ങൾ നിർത്തിവെക്കുന്നതിന് അവരൊരു കാരണമായി പറയുന്നത്, രാത്രിയിലെ നമുക്ക് റെസ്ക്യൂ മറ്റു കാര്യങ്ങൾ നടക്കാത്തതിന് കാരണം അവിടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കൺസേൺ ആണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ, എല്ലാ പ്രദേശത്തു നിന്നും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന ഒരുപാട് പേർ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിലവിൽ ഒരു പങ്കെടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇനിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ഇപ്പോൾ ശ്രീ ലിൻഡോ, കാലാവസ്ഥ എങ്ങനെയാണ്? നേരത്തെ വൈകുന്നേരത്തോടു കൂടി അവിടെ നേവിക്ക് തന്നെ പിന്മാറേണ്ടി വന്ന സാഹചര്യമുണ്ട്, മഴയുണ്ട്. ആ പുഴ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വളരെ രൗദ്രമായി തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ്. അപ്പോൾ നാളെ നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള കാലാവസ്ഥയുടെ വെല്ലുവിളികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നാളെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ന് രാവിലെ ഒരു ഉച്ചവരെ നല്ല കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ ഉച്ചവരെ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഓറഞ്ച് അലേർട്ടിലേക്ക് മാറി. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പെട്ടെന്നാണ്, സഡൻ മൂവ്മെൻറ്റിലാണ് മാറുന്നത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലാണ്, അത് അതിശക്തമായ നിലയിലാണ് ചില സമയങ്ങളിൽ മഴ പെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തോന്നിയിട്ടുണ്ട്. നാളെ കാലാവസ്ഥ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. നാളെ കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും, അങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ നാളെ മിഷനറീസും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത്. തീർച്ചയായും നിങ്ങൾ MLA-മാർ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം സമാപിക്കുന്നതുവരെ അവിടെ തുടരുമോ? അവിടെ കർണാടക സർക്കാരാണ് അവിടെ കോൾ എടുക്കേണ്ടത്. എന്നാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം കൂടി വേണമല്ലോ. കോർഡിനേഷന്റെ ചുമതല കർണാടകയ്ക്കാണ് എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾക്കായി ഇനിയും അവിടെ തുടരുകയാണോ? തീർച്ചയായിട്ടും ഞാനും സച്ചിൻ ദേവ് MLA-യും 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ തുടരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ട്രക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞതോടുകൂടി നമുക്ക് കുറച്ചുകൂടി സാധ്യത അടുത്ത് വരികയാണ്. തീർച്ചയായിട്ടും തുടരണമെന്ന് തന്നെയാണ് കരുതുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ലിൻഡോ ഈ സമയത്ത് പ്രതികരിച്ചതിന്. കേരളത്തിൽ നിന്നുള്ള MLA-മാർ, ആദ്യം നമ്മൾ മഞ്ചേശ്വരം MLA AKM അഷ്റഫിനെ കണ്ടു. ഇത് ലിൻഡോ ജോൺ ആണ്. അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLA അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള MP-മാർ MK രാഘവൻ അടക്കമുള്ള ആളുകൾ, അങ്ങനെ ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ കർണാടകയിൽ വലിയ ഒരു മലയാളി സാന്നിധ്യം തന്നെയുണ്ട്. എങ്ങനെയെങ്കിലും അർജുനെ തിരികെ കൊണ്ടുവരിക എന്നൊരു വലിയ ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മധു വീണ്ടും അവിടെ നിന്ന് ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മധു, ഇന്ന് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് പതുക്കെ പ്രതീക്ഷകൾ നശിച്ചു തുടങ്ങിയിരുന്നു. 9ാമത്തെ ദിവസമാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത്, അതും ശാസ്ത്രീയ പരിശോധനയിൽ. അപ്പോൾ ഇന്ന് മുഴുവനായി നടന്ന കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ചാൽ എങ്ങനെ? അഭിലാഷേ, രാവിലെ 6 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. അതിനപ്പുറത്ത് ശരിക്കും പേടിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു. മൃഗങ്ങൾ ഓരിയിടുന്നു, ആ വിധത്തിൽ പറക്കുന്ന കിളികൾ, ആ വിധത്തിൽ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു 9 മണിയോടുകൂടി അന്തരീക്ഷം ഏറെക്കുറെ തെളിയുന്ന അവസ്ഥ വന്നു പെട്ടെന്ന്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ
തുള്ളിക്കൊരു കുടം കണക്കെ മഴ ആഞ്ഞു പെയ്യുന്നു. ചീറിയടിച്ച് വീശുന്ന കാറ്റ് എന്തിനേയും പറത്തിക്കൊണ്ടു പോകുന്ന വിധത്തിൽ. പക്ഷേ ഉച്ചവരെ പോകുന്നതിനിടയിലാണ് ഒരു 11:30യോടുകൂടി ഈ വലിയ നീളക്കൈയുള്ള ഒരു കുമ്പിളിൽ വലിയൊരളവ് മണ്ണ് കോരിയെടുക്കാൻ പാകത്തിനുള്ള നീളൻ മണ്ണുമാന്തി യന്ത്രം വന്നത്. അതിനുശേഷം പക്ഷേ അവിടെ നദിയോരത്ത് രക്ഷാപ്രവർത്തനത്തിന് തെരച്ചിലിന് വലിയൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു. ചെറിയ JCBകൾ, ചെറിയ മണ്ണുമാന്തികൾക്ക് അപ്പുറത്ത് നിന്ന് നദിയുടെ ആഴത്തിലേക്ക്, അതുവരെ നമ്മൾ കണ്ടുന്നത് ഒരു 3 മീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ 5 മീറ്റർ അപ്പുറത്ത് മാത്രം മണ്ണ് കോരിയെടുക്കാവുന്ന, 6 അടിക്കോ 10 അടിക്കോ അപ്പുറത്തേക്ക് മണ്ണ് കോരിയെടുക്കാൻ മാത്രം കഴിയുന്ന കുഞ്ഞു മണ്ണുമാന്തികളായിരുന്നുവെങ്കിൽ ഈ ഭീമൻ മണ്ണുമാന്തി വന്നതോടുകൂടി തീരത്തിന് അപ്പുറത്ത് നാഷണൽ ഹൈവേയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നദിയുടെ തീരത്തിന് താഴെ ചെന്ന് കിടക്കുന്ന മണ്ണടക്കം കോരിയെടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അതിന് ഒപ്പമാണ് നേവി ഇന്ന് ഇമേജ് വിട്ടത്. ആ ദൃശ്യങ്ങളെല്ലാം ചേർന്നതിന് ശേഷം വൈകിട്ട് തിരച്ചിൽ കാലാവസ്ഥ അസാധ്യമാക്കി കളഞ്ഞുവെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട്. അതിവേഗത്തിൽ കൂടുതൽ മണ്ണുമാന്തികൾ എത്തിച്ചു, മണ്ണ് കോരി നീക്കുന്നു. ആ നിർദ്ദിഷ്ട പോയിന്റിലേക്ക് കടന്നു ചെല്ലാൻ വളരെ വേഗം കഴിയും എന്നുള്ള പ്രതീക്ഷ ഈ രാത്രി ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്ന് തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാളെ 10ാമത്തെ നാളിൽ 10ാം ഉദയം എന്ന് വേണമെങ്കിൽ പറയാവുമ്പോൾ, നാളെ 10ാം നാളിൽ ഉറക്കുമ്പോൾ ഒരു കാര്യം അഭിലാഷ്, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടുന്നത്, ഇത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് 90 ഡിഗ്രി നേരെ ചെത്തിയെടുത്ത് പണിത ഒരു പാത. അത് ഇപ്പോൾ ഇവിടെയുണ്ടായത് നാളെ നമുക്ക് മൂന്നാർ ഗ്യാപ്പ് റോഡിലൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനുഷ്യൻ എത്രത്തോളം നിസ്സഹായനാണ് എന്ന് ഓരോ നിമിഷവും പ്രകൃതി പഠിപ്പിച്ച ദിവസങ്ങളാണ്. തീർച്ചയായും അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് അനുഭവ പാഠങ്ങൾ ഈ ദുരന്തം നമുക്ക് മുന്നിൽ ഒറ്റ കാര്യം എനിക്ക് അറിയാനുള്ളത് ഇപ്പൊ പല ആളുകളും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ വികാരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ പുഴയിലാണെന്ന് സ്ഥിരീകരിച്ചേനെ കർണാടക തുടങ്ങിയ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്നലെയും ഇന്നുമായിട്ടാണല്ലോ വലിയ സന്നാഹങ്ങളും കൂടുതൽ അത്യാധുനിക ഉപകരണങ്ങളും ഒക്കെ വരുന്നത്. ഈ പറഞ്ഞ ബൂം ഇന്നാണല്ലോ എത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നേവിയുടെ ഒരു ഇൻപുട്ട് വരുന്നത് ഇന്നാണല്ലോ. അപ്പോൾ ശരിക്കും അവിടെ കരയിലല്ല, ഈ പറഞ്ഞ നദിയിലാണ് തെരച്ചിലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ലീഡിലേക്ക് 2 ദിവസമോ 3 ദിവസമോ മുമ്പ് എത്താൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ? അല്പസമയം മുമ്പ് SP-യുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് തന്നെയാണ് വളരെ വൈകാരികമായി പറഞ്ഞത്. നിങ്ങൾ അവിടെ നിന്ന് വന്ന് അതിവൈകാരികത കാണിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഞങ്ങളെയൊക്കെ വിമർശിച്ചു. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഞങ്ങൾ അമിതമായ ന്യായീകരണത്തിനൊന്നും വരുന്നില്ല. പക്ഷേ ആദ്യ ദിവസങ്ങളിലെ ഉദാസീനത ഇരകളിലുണ്ടാക്കിയ വൈകാരികമായ വിഷമത്തിന് ഒന്നും പരിഹാരമാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പല ഘട്ടത്തിലും കണ്ടിട്ടുണ്ട്. അത് മലയിടിച്ചിലുണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് പോലും നടപ്പാതകളിലൂടെ കടന്നുപോയി എത്തി കല്ല് നീക്കേണ്ടുന്ന, മണ്ണ് മാറ്റേണ്ടുന്ന അവസ്ഥയാണ്. ഇവിടെ ഒരു ദേശീയ പാതയിലാണ് ഇത് അപകടമുണ്ടായത്. ഈ പറയുന്ന മഹായന്ത്രങ്ങളൊക്കെ, വലിയ ഭീമൻ യന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ വളരെ മുമ്പേ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ആ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കാൻ ആദ്യത്തെ ദിവസങ്ങളിൽ പാളിച്ച പറ്റി എന്നത് അക്ഷന്തവ്യം തന്നെയാണ്. അതിന് ഒരു കാരണവശാലും മറ്റെന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് ശരിയാവുന്നില്ല. പക്ഷേ അതിനുശേഷം ഈ വലിയ ഇടപെടലുകൾ ഉണ്ടായതിനു ശേഷമാണ് കൂടുതൽ ആളുകൾ വലിയ തോതിൽ ഇവിടേക്ക്, ഈ വിജനമായൊരു മേഖലയാണ്, വലിയ തോതിൽ വീടുകളൊന്നുമില്ല, വളരെ ജനസാന്ദ്രത കുറഞ്ഞ മേഖലയാണ്. ഇവിടേക്ക് വലിയ തോതിൽ വരുമ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, നാട്ടുകാർ ഈ വരുന്ന ആളുകളെ മുഴുവൻ കാണാനായി വന്ന് ഇരിക്കുന്നു. എന്താണ് ഇവരൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്ന വിധത്തിൽ ഇവിടുത്തെ നാട്ടുകാർ പോലും വരുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്ത വീടുകളുള്ള പ്രദേശം പുഴയ്ക്ക് അക്കരെയാണ്. അവിടെ നിന്ന് പക്ഷേ അവിടെ വീടുകളുടെ അടിത്തറയടക്കം ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം അങ്ങോട്ട് മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നത് എന്തൊക്കെ, ആരൊക്കെ എന്നതിൻ്റെ ഒരു കണക്കെടുപ്പ് പോലും ആദ്യ ദിവസങ്ങളിൽ നടന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ അക്കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി വരുമ്പോൾ പ്രകൃതിയുമായുള്ള ഏറ്റുമുട്ടലിൽ മനുഷ്യന്റെ പരിമിതികളും നിസ്സാരതയും ഒക്കെ അനുനിമിഷം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുരന്തം കടന്നു പോകുന്നത്. വരും കാലങ്ങളിൽ ദുരന്തമുഖത്ത് ഒറ്റ കാര്യം നമുക്ക് മറക്കാവതല്ല. കാരണം
വൈകാരികതയും യുക്തിയും സമാസമം തന്നെ വേണം, അല്ലെങ്കിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് തന്നെയാണ് പ്രാമുഖ്യം ഇത്തരം ദുരന്തമുഖങ്ങളിൽ എന്നുകൂടി തീർച്ചയായും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടങ്ങളിലെ ഉദാസീനതയ്ക്ക്, ആദ്യഘട്ടങ്ങളിലെ പാഴാക്കി കളഞ്ഞ ആ സുവർണ മണിക്കൂറുകൾക്ക് ഇതൊന്നും പരിഹാരമാവില്ല. തീർച്ചയായും വ്യക്തമാണ്. ഈ വൈകാരികത എന്നുള്ളത് ശാസ്ത്ര യുക്തിയെ പകരം വയ്ക്കുന്ന ഒന്നല്ല. പക്ഷേ ചില അനിതര സാധാരണമായ ഘട്ടങ്ങളിൽ മനുഷ്യർക്ക് സ്വാഭാവികമായും വികാരമുണ്ടാവും. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ഒരു തരത്തിലും അവിടെ രക്ഷയില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടായ വൈകാരികത ഈ വിഷയത്തിനകത്തുണ്ട്. അതിനപ്പുറത്ത് അത് രക്ഷാപ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ കാരണങ്ങളൊന്നുമില്ല. കാരണം അത്യാധുനിക ഉപകരണങ്ങളും മറ്റുമൊക്കെ വന്ന് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാവുന്നത് ഈ ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യവും നമ്മൾ കാണേണ്ടതാണ്. ഇപ്പോൾ ശ്രീ കെ രവീന്ദ്രൻ, അദ്ദേഹം അർജുൻ്റെ അയൽവാസിയാണ്, കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ശ്രീ കെ രവീന്ദ്രൻ, കഴിഞ്ഞ ദിവസം ഹതാശയായിട്ടാണ് അർജുൻ്റെ അമ്മ സംസാരിച്ചത്. അത് കേട്ട എല്ലാ ആളുകളും ആ ദുഃഖം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയതുമാണ്. ഇന്ന് ലോറി കണ്ടെത്തുന്നു എന്നുള്ളത് പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണമെങ്കിലും നൽകുന്നുണ്ടോ? തീർച്ചയായും ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ നമുക്ക് ലോറി അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അതിലും നമുക്കൊരു അവ്യക്തത തോന്നുന്നുണ്ട്. കാരണം വേറെ ട്രക്കുകളോ അല്ലെങ്കിൽ മറ്റ് ട്രക്കുകളുടെ അവശിഷ്ടങ്ങളോ അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എങ്കിൽ പോലും നമ്മൾ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മളിത് കാണുന്നത്. വളരെ പ്രതീക്ഷയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈ ബോം ഇറ്റാച്ചി എല്ലാം ആദ്യം തന്നെ നമ്മൾ സജഷൻ ചെയ്യാൻ നമുക്കുള്ള അനുവാദമില്ല. എങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബൂം ലെങ്ത് കൂടിയ ഇറ്റാച്ചി, അതേമാതിരി തന്നെ കാറ്റർപില്ലർ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ നാളെ ഈ ബൂം ഇറ്റാച്ചി പോരാതെ കണ്ടിട്ട് വലിയ ക്രെയിൻ ആവശ്യമായി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഇറ്റാച്ചിയിൽ മിക്കവാറും ആ ട്രക്കും ഇതും പൊക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ അത്രത്തോളം ഒരു വിശ്വാസം പോരാ. കാരണം വലിയ ക്രെയിൻ ഇതിനാവശ്യമായി വരും എന്നാണ്. കാരണം ഈ ഇറ്റാച്ചി എന്ന് പറയുന്ന സാധനം നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ലോഡ് ഒരു പരിധി വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഒരു ലിഫ്റ്റിൻ്റെ മേലെ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചെയിനിൽ നിൽക്കുന്നതാണല്ലോ. അപ്പം എന്തായാലും ശരി, ഇപ്പോഴുള്ള ടീം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്തെല്ലാമൊക്കെയാണ് അവിടേക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസരിച്ചുള്ളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള കോർഡിനേഷനിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അർജുൻ്റെ ട്രക്കും അർജുനെ ആളെ തിരിച്ചെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. പിന്നെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ട്രക്കാണെന്നുള്ള ട്രക്ക് എണ്ണം കിട്ടി എന്നുള്ളൊരു ആശ്വാസത്തിലാണ് അവരോട് ആ വിധത്തിലേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അവരെ ഒരു ഈ സമയത്ത് ഏത് വിധത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയും എന്നുള്ള അറിയാത്തതുകൊണ്ട് നമ്മൾ കൺഫേമായിട്ട് ഇത് തന്നെയാണ് എന്നുള്ള രൂപത്തിൽ അറിയിച്ചിട്ടില്ല. എങ്കിൽ പോലും ഒരു ട്രക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് അർജുൻ്റെ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ ട്രക്ക് കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയ മറ്റുള്ള എല്ലാ ആൾക്കാരും ഈ നമ്മളുടെ വീഴ്ചകളെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയൊരു ദൗത്യം, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ചെറിയ ഒരു പാളിച്ച പോലും വലുതായി മാറും. ആ ഒരു കാരണത്താലായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വെള്ളത്തിലും കരയിലും ഒരേ സമയത്ത് തന്നെ തിരയേണ്ടിയിരുന്നു, അല്ലെ റെസ്ക്യൂ നടത്തേണ്ടിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴും ആകാംക്ഷയാണല്ലോ എവിടെയുണ്ടാവും എന്നുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും, വെള്ളത്തിലല്ല കരയിലാണ് എന്ന് ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ പോരായ്മകളുണ്ടായത് ആ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്ന ടീമിനാണ്. കാരണം അവർക്കൊരു ഐഡിയോളജി ഉണ്ടാവും. കാരണം ഇന്ന വിധത്തിൽ ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വേണം എന്നുള്ളത് അവർ കോർഡിനേറ്റ് ചെയ്തിട്ട് അവർക്കൊരു നേതൃത്വം നൽകി. അതേപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുമായിട്ട് ഒരു
മെസ്സേജ് തീർച്ചയായും അല്ല, അത് ആ ടീമിന് എടുക്കാൻ കഴിയുന്ന ഒരു കോളാണ്, അവരുടെ തീരുമാനമാണ്. ഞാനിപ്പോൾ കേണൽ ബിന്നിയിലേക്ക് ഒന്ന് പോവുകയാണ്, അങ്ങ് ദയവായി തുടരണം. കേണൽ ബിന്നി, താങ്കൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ. ഇപ്പോൾ എന്തായാലും ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് പോയ റെസ്ക്യൂ ഓപ്പറേഷന് പോയ ആളുകളൊക്കെ കരയിൽ തപ്പണമെന്ന ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചിരുന്നു. പക്ഷേ നേരത്തെ മുതലേ കർണാടകയുടെ നിലപാട് നദിയിൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ നദിയിലാണ് എന്ന് കൺഫേം ആയിരിക്കുന്നു. അപ്പോൾ സയന്റിഫിക് അല്ലാതെ നമ്മുടെ ഒരു ഊഹത്തിൻ്റെയോ അതല്ലെങ്കിൽ പരിചയത്തിൻ്റെയോ പുറത്ത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിനെ മറികടക്കുന്ന വിധത്തിലുള്ള ശാഠ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായോ കേരളത്തിൽ നിന്ന് പോയ റെസ്ക്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്ന്? ശ്രീ അഭിലാഷ്, ഇതിനകത്ത് രണ്ട് വശം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, അങ്ങ് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ധാരാളം ആളുകൾ അവിടെ ചെന്ന് അവരുടെ പോയ ഉദ്ദേശത്തിനെ കുറിച്ചൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് പോയത്. അവർ ഓരോ റെസ്ക്യൂ ഓപ്പറേഷന് പോകുന്നത് എന്താ പറഞ്ഞ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ തന്നെയാണ് പോയത്. പക്ഷേ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മളിപ്പം നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് മാത്രം നിൽക്കുന്ന കണക്കുള്ള കാര്യങ്ങളല്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനായിട്ടുള്ള ആ ഒരു ഏരിയയുടെയും ആ ഒരു ഓപ്പറേഷൻ്റെ ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പോയവർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയതുകൊണ്ട് അവർക്ക് കുറച്ച് പ്രഷർ ചെലുത്താൻ സാധിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഈ പ്രഷർ ചെലുത്താൻ കാരണം. ഒന്ന്, അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആദ്യത്തെ 2 ദിവസം അവർ വേണ്ട രീതിയിലുള്ള ഒരു കോർഡിനേഷൻ, വേണ്ട രീതിയിലുള്ള ലീഡർഷിപ്പ്, വേണ്ട രീതിയിലുള്ള ടീമായിട്ടുള്ള ഒരു ഫോം അത് ചെയ്യാൻ സാധിച്ചില്ല. അത് അവർ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു, പക്ഷേ ഒരു ഡിസാസ്റ്റർ വരുമ്പം ചെയ്യേണ്ടുള്ള രീതിയിലുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയേണ്ടി വരും. ആ ഒരു വാക്യൂം, അങ്ങനെ ഒരു ലീഡർഷിപ്പ് വാക്യൂം മറ്റു കാര്യങ്ങൾ അവിടെ നടന്നു. ആ സമയത്താണ് കേരളത്തിൽ നിന്നുള്ള പ്രഷർ പോകുന്നത്. മീഡിയ പ്രഷറും പ്ലസ് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ടായതുകൊണ്ട് അവരവിടെ ചെന്ന സമയത്ത് ആ പൊളിറ്റിക്കൽ പ്രഷർ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം സാധാരണ രീതിയിൽ ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആണ്, അതിന് കൃത്യമായിട്ടൊരു ടീമുണ്ട്. ആ ടീമിന് വ്യക്തമായിട്ടുള്ള റോൾസ് ഉണ്ട്. ആ റോൾസ് അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആദ്യത്തെ 2 ദിവസത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ കാരണം ഈ വെളിയിൽ നിന്ന് വന്ന പ്രഷർ വന്നപ്പം അവർക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ കണ്ട് അവിടുത്തെ MLA തന്നെ പറയുന്നത്, നിങ്ങൾ പറഞ്ഞു ഇവിടെ കുഴിക്കൂ, ഞങ്ങൾ ഇവിടെ കുഴിച്ചു. നിങ്ങൾ പറഞ്ഞു അവിടെ കുഴിക്കൂ, ഞങ്ങൾ അവിടെ കുഴിച്ചു. നിങ്ങൾ പറഞ്ഞു സൈന്യത്തെ വിളിക്കൂ, ഞങ്ങൾ സൈന്യത്തിന് വിളിച്ചു. ഒരു രക്ഷാപ്രവർത്തനം ചെയ്യേണ്ട അങ്ങനല്ല. ധാരാളം പ്രഷർ പുറത്തുനിന്ന് വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം പലരും അവരുടെ ബന്ധുക്കളും അവരുടെ ഏറ്റവും അടുത്ത ആളുകളെ രക്ഷിക്കാനുള്ള അവർ ശ്രമം നടത്തും. എന്ത് വില കൊടുത്താലും അവർ നടത്തും. പക്ഷെ ആ പ്രഷറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യത ആ ചെയ്തവർക്കുമുണ്ട്. അപ്പം രണ്ട് കാര്യങ്ങളും ഞാനിവിടെ പറയുകയാണ്. ഒന്ന്, കേരളത്തിൽ നിന്ന് ധാരാളം പ്രഷർ, പ്രത്യേകിച്ച് മീഡിയ ആൻഡ് ഇവിടുന്ന് പോയ കുറേ ആളുകൾ ആ പ്രഷർ ചെലുത്തി. അത് പൊളിറ്റിക്കൽ പ്രഷറായിട്ട് മാറി. ആ പൊളിറ്റിക്കൽ പ്രഷർ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഒരു 7 ദിവസമെങ്കിലും അത് ബാധിച്ചു. അത് അവർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടാണ് അവർക്ക് ഒരു ഡയറക്ഷൻ അവരുടെ ലോസ് ആയതും. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 ദിവസമായിട്ട് നമുക്ക് എന്ത് കൃത്യമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവിടെ ആരെയും അവർ അവിടെ കടത്തിവിടുന്നില്ല. അവിടെ മീഡിയയിൽ തന്നെ ഞാൻ ഇന്ന് മനസ്സിലാക്കി അവിടെ യാതൊരു ഡ്രോൺസും മറ്റു കാര്യങ്ങളൊന്നും അവർ അലോ ചെയ്തില്ല. ഇന്ന് വീണ്ടും നാളത്തേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഡിസ്റ്റർബൻസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നു. കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഇന്ന് MLA ചെയ്തു. ഇതിനു മുൻപ് അങ്ങനത്തെ ഒരു കാര്യം നടന്നില്ലായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 2 സൈഡിലും ഉണ്ട്. അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷർ നമ്മളും കൊടുത്തു. ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ശേഷി ആ റെസ്ക്യൂ ഓപ്പറേഷൻ നയിക്കുന്ന ആളുകൾ അവിടെ കാണിച്ചതുമില്ല. രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ശ്രീ അരുൺ ഭാസ്കർ, 15 മീറ്റർ താഴെ വെള്ളത്തിൽ നിന്നാണ് ഇനി ഈ ലോറിയുടെ ഭാഗങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ എടുക്കേണ്ടത്. അത് ഏത് വിധേന തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് നേവിയുടെ സ്കൂബ ഡൈവർമാർ അടക്കം അവിടേക്ക് പോയിരുന്നു, ഈ സ്പോട്ടിലേക്ക് പോയിരുന്നു. പക്ഷെ അവർ തിരിച്ചു വന്നു, കാരണം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അപ്പോൾ നാളെ ഇവർ ഈ ലോറിയുടെ അടിത്തട്ട് വരെ അല്ലെങ്കിൽ ലോറിയുടെ അടുത്ത് വരെ എത്തുകയും അതിനകത്ത് ആളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം തിരികെ വരികയാണോ ചെയ്യുക? എന്താണ് ഇനിയുള്ള താങ്കൾ മനസ്സിലാക്കുന്നതനുസരിച്ചുള്ള ആക്ഷൻ? ഓക്കെ, അതിലവരുടെ സ്കൂബ ടീമിന് ഡൈവ് ചെയ്ത് പോയിട്ട് എന്തെങ്കിലും റോപ്പ് ലൈൻ ഡ്രോപ്പ് എന്തെങ്കിലും അതിനകത്ത് കണക്ട് ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ലോറി വലിച്ചെടുക്കാം. കാരണം വെള്ളത്തിനടിയിൽ നിന്നാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവില്ല. നോർമലി വെയിറ്റ് കുറവായിരിക്കും വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ. അപ്പോൾ അവർക്കത് അവിടെ എത്തുക എന്നുള്ളതാണ് പ്രശ്നം. സ്കൂബ ഡൈവേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റോപ്പോ ലൈൻ ഡ്രോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒന്ന് കാലാവസ്ഥയുടെ പ്രശ്നം, കുത്തൊഴുക്കും മഴയും ഒക്കെ വരുന്നത്. അപ്പോൾ അത് നാളെ അവർക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.
നല്ല ഒഴുക്കുള്ള നദിയാണ് അത്. ഡ്രൈവേഴ്സിനോട് എത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, അല്ല, നല്ല ഒഴുക്കുള്ള നദിയാണ്. അപ്പോൾ നമ്മൾ ശാന്തമായ ഒരു ജലാശയത്തിൽ ഡൈവ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കുമോ? നേവിയുടെ ടീമാണ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിശ്ചയമായും അക്കാര്യത്തിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാവും. എങ്കിലും അത് ശ്രമകരമായ ദൗത്യമായിരിക്കില്ലേ? അത് ശ്രമകരമായിരിക്കും. ശക്തമായ മഴയും ഒഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരാൾ തന്നെ ആയിരിക്കില്ല. ഒരു ടീം 2 പേർ വെച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കുറച്ച് സമയം എടുത്താലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മുമ്പ് അദ്ദേഹം പറഞ്ഞു, കേണൽ പറഞ്ഞു, അപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ, ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ കേരളത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഞങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ കവളപ്പാറ ആയാലും പെട്ടിമുടി ആയാലും കട്ടിപ്പാറ ആയാലും പുത്തുമല ആയാലും അവിടെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്തിട്ട് ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം നമ്മൾ ആക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് കമാൻഡർ ഉണ്ടാവും, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡിങ് ഓഫീസർ ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ കുറേ ടീമുകളുണ്ടാവും, ഓപ്പറേഷണൽ ടീമുകൾ, കുറേ ടീമുകളുണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് മറ്റ് ജില്ലാ കളക്ടറും അതുപോലെ മറ്റ് റവന്യൂ അധികാരികൾ, തഹസീൽദാർ, പോലീസ് ഓപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ് സെറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ വിങ്ങിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇവരെ സെറ്റ് ചെയ്യുന്നത്, ഈ ലോക്കൽ വോളണ്ടിയർ ടീം അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ. ഇപ്പം ഞങ്ങളുടെ കൂടെയൊക്കെ കവളപ്പാറയൊക്കെ നിലമ്പൂർ 200-ലധികം വോളണ്ടിയേഴ്സ് വർക്ക് ചെയ്തു. പക്ഷേ ഇതിന് ലീഡർഷിപ്പായിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഓഫീസേഴ്സാണ്. സുപ്പീരിയർ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഓഫീസറാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ഏതാണ് ടോപ്പ് മോസ്റ്റായിട്ട് ലീഡ് ചെയ്യുന്ന ടീം എന്ന് വെച്ചാൽ അവരായിരിക്കും. നേവി ആണെങ്കിൽ നേവി, അല്ലെങ്കിൽ സ്റ്റേറ്റ് SDRF ആണ് SDR, NDRF. അപ്പോൾ ആ ഒരു ലീഡിങ് ടീമാണ് അവർ, അതിൻ്റെ ഓഫീസറാണ് അവിടെ ചാർജ് വഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഓരോ ദിവസവും ഉണ്ടായിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലോക്കൽസിനെ ഉപയോഗിക്കേണ്ടത്, വോളണ്ടിയർ ടീമിനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്ന കേട്ടിട്ട് അവിടെ സെർച്ച് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക എന്നുള്ളത്. കാരണം 1-2 കാര്യം എനിക്ക് പറയാം. ഇപ്പോൾ GPS റഡാറിൻ്റെ സിഗ്നൽ കിട്ടുന്ന കാര്യം, GPS റഡാർ ആക്ച്വലി ഈ ചെളിയും വെള്ളമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നില്ല. അവരുടെ GPS റഡാറിൻ്റെ റേഡിയോ വേവ്സ് താഴേക്ക് ഒരു പരിധിക്കുള്ളിൽ പോവില്ല. അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള സോയിൽ ഉണ്ടെങ്കിൽ അത് 3 അടി പോലും താഴെ പോവില്ല. അതുപോലെ അത് നോക്കിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാതെ ഈ ഒരു ലോറി വീണു എന്ന് കരുതുന്ന ദൃക്സാക്ഷികളുടെ ഒക്കെ പലതും നമ്മൾ വിളിച്ചിട്ട് ആ ഏരിയ ഏകദേശം ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എല്ലാ ഏരിയയും ഒരേ സമയം സെക്ടറായി ഡിവൈഡ് ചെയ്തിട്ട് താഴെ അറ്റം വരെ പുഴ വരെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇല്ല എന്നുള്ള കാര്യം ട്രേസ് ഔട്ട് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഒരു പോയിന്റ് പോലും മിസ്സാവാതെ ഒരു അറ്റ് എ ടൈം എത്ര ഹിറ്റാച്ചൽ JC എർത്ത് മൂവേഴ്സ് ഒരു 10-20 എണ്ണം വെച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് ഈ സിഗ്നൽ നോക്കിയിട്ട് പോകേണ്ട കാര്യം, സിഗ്നൽ സൈഡ് ബൈ സൈഡ് സിഗ്നൽ നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു പക്ഷേ കിട്ടുന്നത് കിട്ടിക്കോടെന്നല്ലാതെ. അപ്പോൾ അതല്ലാതെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ അക്കാര്യത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടാകാം. കാരണം കഴിഞ്ഞ 4 ദിവസം, അതായത് ഇന്നലെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി കഴിയാൻ മുമ്പുള്ള 4 ദിവസവും കരയിലെ മണ്ണ് നീക്കലായിരുന്നു. അത് ഒരു തവണ മണ്ണിട്ടെടുത്ത് വീണ്ടും നോക്കുന്ന സാഹചര്യം. അതായത് ഇവിടെ ഉണ്ടാകാം, ഇവിടെ നിന്ന് സിഗ്നൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സൂചനകൾ ലേമാനായിട്ടുള്ള സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകൾ നൽകുകയും, അല്ലെങ്കിൽ ഈ ബന്ധുക്കളും ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകരൊക്കെ നൽകുകയും, ഇവിടെ നോക്കണം എന്ന നിലപാടെടുക്കുകയും അവിടെ മണ്ണ് മാറ്റുകയൊക്കെ ചെയ്തത് നമ്മളവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് നടക്കേണ്ട രക്ഷാപ്രവർത്തനത്തിൽ അങ്ങനെ നടക്കാൻ പാടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ ചെയ്ത്, ഞങ്ങളൊക്കെ കുറേ ലാൻഡ്സ്ലൈഡ് റെസ്ക്യൂ ഓപ്ഷനിൽ പങ്കെടുത്തിട്ടുള്ളതാണ്, ലീഡ് ചെയ്തിട്ടുള്ളതാണ്. കവളപ്പാറ ഉൾപ്പെടെ പെട്ടിമുടിയുടെ എക്സ്പീരിയൻസ് അറിയാം, പല സ്ഥലത്തും നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. നമ്മളൊരിക്കലും അങ്ങനെ നമുക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഈ ലോക്കൽ വോളണ്ടിയേഴ്സിൻ്റെയും നാട്ടുകാരെയൊക്കെ അഭിപ്രായം സ്വീകരിക്കും, എന്നിട്ട് അതെല്ലാം ചേർത്ത് നമ്മളൊരു തീരുമാനം എടുക്കും. അത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവരല്ല, കാരണം അവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം പറഞ്ഞു കേട്ടു, ലോറി GPS റഡാർ എന്തോ സംവിധാനം വെച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് മണ്ണിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് അയാളെ പുറത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും. പക്ഷേ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യാനുള്ള ഓഫീസേഴ്സാണ് അത് ചെയ്യേണ്ടത്. കാരണം ഇവരെ നമ്മൾ കൃത്യമായിട്ട് ലീഡ് ചെയ്ത് അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. കാരണം അവരെന്തിനും റെഡിയാണ്, സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ടാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ പോയി വർക്ക് ചെയ്യാൻ. നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകർ കേരളത്തിലായാലും ഇപ്പോൾ അവർ പുറത്തായാലും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് സയൻറ്റിഫിക് ആയിട്ട് ലീഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓരോ ഏരിയ ട്രേസ് ഔട്ട് ചെയ്ത് താഴെ ഏറ്റവും വരെ പുഴ വരെ നമുക്കില്ലാന്ന് ഉറപ്പ് വരുത്തുക. പുഴയുടെ ഇടയ്ക്ക് റോഡ് താഴെ മണ്ണുണ്ട്. ആ പുഴ എത്തുന്ന വരെ നമുക്ക് ആ ചാൻസുകൾ എലിമിനേറ്റ് ചെയ്ത് താഴേക്ക് പോവാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോ തവണ ഒരു കളഞ്ഞു പോകുന്ന സാധനം തപ്പുന്ന പോലെ പല സ്ഥലത്ത് പോയി നോക്കുന്ന ഒരു സിസ്റ്റം ശരിയല്ല. നമ്മൾ SOP പ്രകാരം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവിടെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്, വീണ്ടും മണ്ണിടിയാൻ പോകുന്ന സ്ഥലങ്ങളുണ്ടാവാം. അപ്പോൾ അവരുടെ സേഫ്റ്റി നോക്കേണ്ടി വരും, ശക്തമായ മഴയുണ്ടെങ്കിൽ നിർത്തി വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു SOP ഉണ്ടായിരിക്കണം. ഒരു ഓപ്പറേഷൻ തുടങ്ങുന്ന തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ മാക്സിമം ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ എവിടെയാണ് അപ്രോക്സിമേറ്റ് ആ ലോറി ഉണ്ടായിരിക്കുന്നതെന്ന്
ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള ആരെങ്കിലും പരമാവധി അവരുടെ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ആ പൊസിഷൻ നോക്കിയിട്ട് അതിന് ചുറ്റും എല്ലാ ഏരിയയും താഴെ അറ്റം വരെ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഏരിയ സെക്ടർ തിരിച്ചിട്ട് ഓരോ ടീമായിട്ട് ഓരോ സെക്ടറിനും ഓരോ ഓഫീസേഴ്സിനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ആ ഓഫീസേഴ്സിനെ കൂടെ ഈ ലോക്കൽ വോളണ്ടിയർ ടീമിനെയും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ടീമിനെ ഒക്കെ ഉൾപ്പെടുത്തി ഒരു സെർച്ച് അങ്ങനെയാണ് ആ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാ ഏരിയയും കാരണം ഈ മണ്ണെടുത്തിട്ട കേസ് പറഞ്ഞു, ഒരിക്കലും മണ്ണെടുത്തിട്ട എടുത്ത് വീണ്ടും കുഴിച്ച് പോയത് മണ്ണെടുത്തിട്ട കേസ് അവിടെ കുഴിക്കാത്തൊരവസ്ഥ വരുന്ന ഒരു കേസ് ഒരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ മണ്ണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിമൂവ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചിടണം, അങ്ങനെ താഴേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മണ്ണിടുന്ന സ്ഥലത്ത് മേ ബി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് സെർച്ചിൻ്റെ സെക്ടറായിട്ട് സെർച്ച് ചെയ്യുന്നതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. ഒരുപക്ഷെ നമുക്കറിയാം 2018 ഫ്ലഡ് കഴിഞ്ഞിട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ മിഷനറിയും അഡ്മിനിസ്ട്രേഷനും നമുക്കൊരു എക്സ്പീരിയൻസ് വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നത്. അതുകൊണ്ട് അത് തൊട്ട് നമ്മൾ വളരെയധികം ഈ കാര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെയധികം മുൻപന്തിയിലായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും കേരള ഗവൺമെൻറ് ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു SOP കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു സിസ്റ്റം അത്ര ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയാം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ട്, പക്ഷെ അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. ശ്രീ KK രവീന്ദ്രൻ, ഇപ്പോൾ ഇന്ത്യയുടെ സേനകൾ കരസേനയും നാവികസേനയും ഒപ്പം സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയും ദേശീയ ദുരന്ത പ്രതികരണ സേനയും അങ്ങനെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെസ്ക്യൂ ഓപ്പറേഷനെ നയിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ നദിയിലുള്ള ഗംഗാവലി പുഴയിലുള്ള തെരച്ചിലിന് ഇനി മുഖ്യമായി നേതൃത്വം കൊടുക്കുക നേവിയാണ്. അവരുടെ ലീഡാണ് ഈ ട്രക്കിലേക്ക് അതിന്റെ കണ്ടെത്തലിലേക്ക് നയിച്ചത് പോലും. അപ്പോൾ ഇപ്പോൾ മുമ്പ് ചില ആക്ഷേപങ്ങളൊക്കെ നാട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പൂർണ്ണമായും കോർഡിനേറ്റഡ് ആയിട്ട് ഭംഗിയായിട്ട് നടക്കുകയാണ് എന്ന ഒരു വിശ്വാസം തന്നെയാണോ ഉള്ളത്? തീർച്ചയായും നമ്മളുടെ ആർമിയും നേവിയും നമ്മളുടെ ഡിഫൻസ് അതിന് പ്രാപ്തരാണ്. അപ്പം നമുക്ക് പറ്റിയ വീഴ്ച ഈ സ്പോട്ട് ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവരെ അറിയിക്കാതെ ആ നിലയ്ക്കുള്ള മിഷനറികൾ എത്താതെ വിധത്തിലാണ് അവിടുത്തെ ഒരു റെസ്ക്യൂ നടന്നു പോയിരുന്നത്. അപ്പം ഇപ്പം ശരിക്കും അതിന് ഒരു ഹെഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിലെ അണ്ടറിൽ തന്നെയാണ് അത് നടക്കുന്നത്. അത് റവന്യൂ, കലക്ടർ, പോലീസ്, ഡിഫൻസ് അപ്പോൾ ആ കോർഡിനേഷനോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാത് ദിവസങ്ങളിലുള്ള വർക്ക് വിലയിരുത്തി പോരായ്മകൾ പരിഹരിക്കാൻ എന്താണ് ആവശ്യമുള്ളത് വെച്ചാൽ ആ ആവശ്യമുള്ള മെഷീനറീസ്, അത്യാധുനിക മെഷീനറികൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു വിജയം തന്നെയായിരിക്കും. അതിനൊരു സംശയവുമില്ല. അപ്പം അതിനുള്ള ഒരു പ്രയാസം നമ്മൾ ആ മെഷീനറികളൊന്നും ഇല്ലാതെ കണ്ടിട്ട് വരുന്നതിനനുസരിച്ച് ഓരോ ദിവസം പോകുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റി ഒരു ഈ ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അതിൽ എന്തൊക്കെ വേണം, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം എന്നുള്ളതെല്ലാം വിലയിരുത്തി അതെല്ലാം ഈ സൈറ്റിലെത്തിച്ച് കഴിഞ്ഞാൽ ഇത് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കിട്ടും, ഈ അർജുനെയും ആ ട്രക്കും നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമാണ്. ആ ഒരു പ്രതീക്ഷയോടു കൂടിയും അതിനുള്ള ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് നമ്മളെ നാട്ടുകാരും നമ്മളുടെ മാധ്യമപ്രവർത്തകരും നമ്മുടെ മാത്രമല്ല നമ്മളെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അങ്ങനെ വരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഉള്ളത്. ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് ശരിയാണ്. ശ്രീ ഡിന്നി, ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന പ്രതികരണമുണ്ട്. ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ് ആകെ എത്രയോ ദിവസമായി, കഴിഞ്ഞ 6-7 ദിവസമായി ഒരു സംസ്ഥാനമാകെ ഈ ഒരു വാർത്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ സമയവും ഈ വാർത്ത കവർ ചെയ്യാണ്. അപ്പോൾ ഒരു ജീവൻ രക്ഷപ്പെടുമോ, നമ്മുടെ ഒരു സഹോദരൻ അയാൾ തിരിച്ചു വരുമോ, ഒരു സർവൈവൽ ഉണ്ടാവുമോ, ഇത് മനുഷ്യരെ വല്ലാതെ മതിക്കുന്ന ഒരു ചോദ്യമാണ്. ഒപ്പം നമ്മുടെ കൂട്ടായ്മ മറ്റിപ്പോൾ രാഷ്ട്രീയ കക്ഷി അതുപോലെ തന്നെ ജാതി മതഭേദങ്ങളൊക്കെ മറ്റു പല കാര്യങ്ങളിലും ഉണ്ടാവുമെങ്കിലും ഇക്കാര്യത്തിൽ മാനവികതയുടെ കാര്യത്തിൽ നമുക്കതൊന്നും ഇല്ലതാനും. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണം ഉണ്ടായി. അത് കൂടിപ്പോയോ കുറഞ്ഞു പോയോ അത് വേറൊരു ഡിബേറ്റാണ്. എങ്കിൽ പോലും ഇത് ആ നിലയ്ക്ക് കൂടി ഒരു മാതൃക സെറ്റ് ചെയ്യുന്നില്ലേ?
തീർച്ചയായിട്ടും. പക്ഷേ ഞാനതിനെ കാണുന്നത് ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ കേരളീയർക്ക് എപ്പോഴും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ശ്രീ അഭിലാഷ്. നമ്മൾ പലപ്പോഴും ഇതിനു മുൻപും അത് കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ചില സമയത്ത് അത് അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാനിത് പറയുന്നത് ആസ് എ ഒബ്സർവർ പുറത്ത് നിൽക്കുമ്പം ഞാൻ അത് മാധ്യമങ്ങളെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നും ഞാൻ അത് പറയുകയാണ്. മാധ്യമങ്ങളും ഒന്ന് ആത്മപരിശോധന നടത്താനുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ. കാരണം ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ഒരു സെൻസേഷണലൈസ് ഉള്ള രീതിയിലേക്ക് റിപ്പോർട്ടിംഗ് അവിടെ നടത്തി എന്ന് എൻ്റെ ഒരു വിമർശനമാണ്. അതിൻ്റെ കാരണം കൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ ഈ വീട്ടിലിരിക്കുന്ന ആ അർജുൻ്റെ കുടുംബം അവരെല്ലാം ടെലിവിഷനിലൂടെയൊക്കെയാണ് ന്യൂസ് കിട്ടുന്നത്. മറ്റു കാര്യം അവരുടെ മനസ്സിനകത്തുള്ള ആ ഒരു കാര്യം, അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തതും അത് വലിയൊരു റോൾ ഉണ്ടായി. അപ്പം അത് വളരെ ഒരു ഫൈൻ ലൈനാണ് ശ്രീ അഭിലാഷ്. അതായത് കറക്റ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഹൈപ്പർ സെൻസിറ്റൈസേഷൻ എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലെ ഒരു ചാനൽ പറഞ്ഞാണ്, അവിടെ ഡ്രോൺ വെച്ചിട്ടൊക്കെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ഫൈൻ, അതെല്ലാം ഈ വിഷ്വൽസ് കിട്ടാനാണ്. പക്ഷെ ഒരു ഓപ്പറേഷണൽ ആസ്പെക്റ്റിൽ ഒരു ഡ്രോൺ അവിടെ ഉപയോഗിക്കുന്നത് അതൊരു ആ ഒരു ഓപ്പറേഷന് തടസ്സമാവാൻ ഉള്ള സാധ്യതയുണ്ട്. ഞാൻ ഇന്നലെ കണ്ട ഒരു വിഷ്വലിൽ നേവിയുടെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഇന്നലെ മെരിഞ്ഞു. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഒരു ഡ്രോൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഏതോ ഒരു മീഡിയ ചാനലിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഡ്രോണിനെയും അവർ അലൗ ചെയ്തില്ല. അതുപോലെ തന്നെ നാളത്തെ MLA വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ ഡിസ്റ്റർബൻസസ്, അതായത് റേഡിയോ ഇന്റർഫറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മീഡിയ പോലും അവിടെ നിന്ന് നിൽക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന അവർ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു റിപ്പോർട്ടിംഗ് ഡെഫിനറ്റ്ലി വേണം. ആ റിപ്പോർട്ടിങ്ങും മീഡിയയുടെ പ്രഷർ ഉണ്ടായിട്ട് മാത്രമാണ് ഇന്ന് അർജുനന് വേണ്ടി ഇത്രയും കംപ്ലീറ്റ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. പക്ഷെ അത് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ചില സമയത്ത് തെറ്റായ രീതിയിലേക്കുള്ള പ്രഷർ ബിൽഡ് ചെയ്ത് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മാറിക്കഴിഞ്ഞാൽ ആ വഴി തെറ്റി തന്നെ അത് പോകും. അവിടെ പറ്റാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന ആളുകളെ നമുക്ക് ഇങ്ങനത്തെ പ്രഷർ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ മാറും. അപ്പം അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം റിപ്പോർട്ടിംഗ് ചെയ്യാനും. അതുപോലെ തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് ഒന്നും തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരുടെയും മൊബൈലുണ്ട്, എല്ലാവർക്കും ഓരോ അഭിപ്രായമുണ്ട്, എല്ലാവരും എക്സ്പേർട്സ് ആണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുമ്പം നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മീഡിയ എന്നുള്ള നിലയിൽ അവർ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഒരു ആത്മപരിശോധന നടത്തണമെന്നാണ് എൻ്റെ ഒരു കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും വളരെ വേദനയോടെ തന്നെ ഞാൻ പറയുകയാണ്. അതായത് ഒരു പൂർവ്വ സൈനികൻ എന്നുള്ള നിലയിൽ ആ അമ്മയുടെ ആ വിഷമം എനിക്ക് മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആ അർജുൻ്റെ അമ്മയുടെ വിഷമം നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ അമ്മയെ കൊണ്ട് സൈന്യം ഒന്നും ചെയ്തില്ല. കോമാളി വേഷം കെട്ടുന്ന ആരാണ് ആ സ്ത്രീ ബാക്കിൽ നിന്ന് പറഞ്ഞത്? അവർ മാധ്യമങ്ങളിൽ കൂടെ ഉള്ളല്ലേ അത് പറഞ്ഞത്. എന്തിനാണ് അവരങ്ങനെ പറയാൻ പോയത്? 24 മണിക്കൂർ ആയതേ ഉള്ളായിരുന്നു സൈന്യം അവിടെ എത്തിയിട്ട്. എങ്ങനെയാണ് ഇന്നിപ്പം ഈ ട്രക്ക് പുഴയിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സൈന്യം വന്നത് വെറുതെ അവിടെ ചെന്ന് വെറുതെ കാണിച്ചില്ല എന്നുള്ളൊരു കാര്യം എന്തായാലും ക്ലിയർ ആയല്ലോ. അപ്പം എന്തിനാണ് അവർ അങ്ങനെ പറയാൻ പോയത്? അവർ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും അജണ്ട ഉണ്ടായിരുന്നോ? ഒരു സൈന്യത്തിന്, ഒരു ഇന്ത്യൻ ആർമി സ്വന്തം അവരുടെ ജീവൻ കളഞ്ഞ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അവർ വന്ന് ഇങ്ങനത്തെ ആ അമ്മയെ കൊണ്ട് എന്തിനാണ് അങ്ങനെ പറയിപ്പിച്ചത്? അപ്പം ഇതെല്ലാം കാരണം ഒരു സെൻസേഷണലൈസ് ഉള്ള രീതിയിലേക്ക് ഈ ന്യൂസ് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നാളെ. ഇന്നിപ്പം നമ്മളിപ്പോൾ എന്തായാലും ഇവിടം വരെ എത്തി. നാളെ ഈവൻ ഇൻ കേരള ഇങ്ങനെ ഒരു വിഷയം വരെയാണെങ്കിൽ അത് മീഡിയ കറക്റ്റ് രീതിയിൽ ആ ഒരു വേണ്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് വലിയ വില കൊടുക്കും എന്നുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ശ്രീ അഭിലാഷിനെ പോലുള്ള ഇത്രയും മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ മാതൃഭൂമി ചാനൽ എന്നുള്ള ഇത്രയും നല്ല ഒരു വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാനലിലൂടെ ഞാൻ ആസ് എ പൂർവ്വ സൈനികൻ ഇത് നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാണ്, അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ശരിക്കും ദുരന്ത മുഖത്ത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെക്കുന്ന ഒരു സംഭവം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നിശ്ചയമായും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണം, അതിൻ്റെ മാനവിക വശങ്ങൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ അത് നാട്ടുകാരിലേക്ക് എത്തിക്കണം. അതേസമയം തന്നെ ജഡ്ജ്മെന്റിലാവാൻ, വിധിക്കാനുള്ള എക്സ്പെർട്ടൈസ് മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ ഇല്ല. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ആ ചെയ്യുന്നത് തെറ്റാണ്, ഈ ചെയ്യുന്നതാണ് ശരി എന്ന് പറയാനുള്ള എക്സ്പെർട്ടൈസ് ഇല്ല എന്ന സ്വയം ബോധ്യം മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺസെൻസസ് ഒരു പക്ഷേ ഇതിനൊടുവിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായി പ്രതീക്ഷിക്കാം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ അരുൺ ഭാസ്കർ, ഇങ്ങനെ ഒരു അപകടം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആലങ്കാരികമായി പറയാമെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങൾക്ക് പ്രോണാണ് നമ്മൾ പശ്ചിമഘട്ട മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. വലിയ മൺസൂൺ മഴയും ഒപ്പം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. നമ്മൾ ആ റിസ്കിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ഉരുൾപൊട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ, വലിയ ലാൻഡ് സ്ലൈഡ്സിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷനും
അതുപോലെ തന്നെ ഇവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് പാഠമാണ് നൽകുന്നത്? റെസ്ക്യൂവിനെ സംബന്ധിച്ച്, രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച്, ഒരു ദുരന്തമുണ്ടായാൽ ഉടൻ പ്രതികരിക്കണം എന്നതിനെ കുറിച്ച് എന്തൊക്കെ സൂചനകളോ പാഠങ്ങളോ നമുക്ക് മുമ്പിൽ വെക്കുന്നു? തീർച്ചയായിട്ടും അത് 2-3 തരത്തിലുണ്ട്. ഒന്ന് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇപ്പോൾ ഇങ്ങനെ ഹില്ല് കുന്നിടിച്ചിട്ട് ഹൈവേ ഉണ്ടാക്കുന്നു, അല്ല ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. സാധാരണ 45 ഡിഗ്രി എബോ സ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. 75 ഡിഗ്രി കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത്രയും സ്ലോപ്പ് ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് നല്ലൊരു മഴ ചിലപ്പോൾ ഇനി പോരും. അപ്പോൾ അങ്ങനെയുള്ള അത് ഫസ്റ്റ് നമ്മൾ അങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ടൈമിൽ ഈ ശക്തമായ മഴയുള്ള സമയത്ത് അത് നടക്കുന്നത്. അപ്പോൾ ഈ മഴയുള്ള ഈ സീസണിൽ ഇപ്പം മെയ് തൊട്ട് ജൂലൈ വരെ ഉള്ള സമയത്ത്, ആഗസ്റ്റുള്ള സമയത്ത് ആ സ്ഥലത്ത് കുറച്ചൊരു റെസ്ട്രിക്ഷൻസ് കൊടുക്കുക. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒഴിവാക്കുക, അല്ല അവിടെ താമസിക്കുന്ന വീട്ടുകാരോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുക, മറ്റ് ക്യാമ്പുകൾ കൊടുക്കുക, അല്ല അവർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ ഒരു ജില്ലാ ഭരണകൂടം തന്നെ അത് ആക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ചെയ്യുക. അപ്പോൾ കാരണം ലാൻഡ് സ്ലൈഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാൽ ആ സ്പീഡിൽ ഒരു മനുഷ്യന് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്പീഡിൽ കൂടും. ഇപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് സ്പീഡിലാണ് ലാൻഡ് സ്ലൈഡ് വരുന്നത്. ഒരു മനുഷ്യന് ഓടി രക്ഷപ്പെടാൻ ടൈം പോലും അവിടെ കിട്ടില്ല എന്നുള്ള ഏറ്റവും 100 മീറ്റർ ഇപ്പോൾ വേൾഡ് റെക്കോർഡ് കിട്ടിയ ആൾക്കാർക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഓടാൻ പറ്റില്ല. അപ്പോൾ ആ പാത്തിൽ പെട്ട് കഴിഞ്ഞാൽ 100% മരണപ്പെടുന്ന കേസാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും നല്ല മെഷർ മുൻകൂട്ടി അവിടുന്ന് ആൾക്കാർ ഒഴിപ്പിക്കുക. അപ്പോൾ ആദ്യം ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും ഓരോ ജില്ലയിലും. അപ്പോൾ അതിനിപ്പോൾ ഉള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ ഒന്നത്. രണ്ടാമത് വരുന്നത് റെസ്ക്യൂവിൻ്റെ കേസിൽ SOP ഉണ്ടാക്കുക. SOP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം. അതിനകത്ത് ഫയർ റെസ്ക്യൂ ടീം വരും, SDRF വരും, NDRF വരും, പോലീസ് വരും, റവന്യൂ വരും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ്. ഇപ്പോൾ ലോക്കൽ സിവിൽ ഡിഫൻസ് വളരെ ആക്റ്റീവാണ്. കർണാടകയിലും സിവിൽ ഡിഫൻസ് ഒക്കെ ആക്റ്റീവാണ്. കേരളത്തിൽ നല്ലതുപോലെ ആക്റ്റീവാണ്. അപ്പോൾ ആ സിവിൽ ഡിഫൻസ്, ലോക്കൽ വോളണ്ടിയേഴ്സ് അവരുമായിട്ടൊക്കെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ SOP സെറ്റ് ചെയ്യേണ്ടി വരും എല്ലാ സ്ഥലങ്ങളിലും. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതുപോലെ പബ്ലിക്കിന് ട്രെയിനിങ് കൊടുക്കണം ഈ സന്നദ്ധ പ്രവർത്തകർക്ക്. അപ്പോൾ ഇവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസ് ഇല്ല. അപ്പോൾ അവർ സയൻറ്റിഫിക് നോളജ് ഇല്ലാതാണ് പല കാര്യങ്ങൾ. അപ്പോൾ GPS സിഗ്നൽ വെച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റും, ഡിറ്റക്ട് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും, അവിടെ നോക്ക് ഇവിടെ നോക്ക്. അപ്പോൾ അവരെയൊക്കെ നമ്മളൊരു സിസ്റ്റത്തിന് അണ്ടറിൽ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ആക്ച്വലി നമ്മളിപ്പോൾ കേരളത്തിൽ സിവിൽ ഡിഫൻസ് ഉള്ളൊരു സംവിധാനം ഉണ്ട്. അപ്പോൾ നമ്മൾ വോളണ്ടിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കും. ആവതാമിത്രയും സംവിധാനമുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലോക്കലുള്ള പബ്ലിക്കിനെ കൂടുതൽ അവയർനെസ് കൊടുക്കുക, അവരെ ട്രെയിൻഡ് വോളണ്ടിയർ ടീം ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വോളണ്ടിയേഴ്സ് ആക്ച്വലി നമ്മൾ 2017 കോഴിക്കോട് നൗഷാദ് മാൻഹോളിൽ 2 പേര് വീണപ്പോൾ അവരെ രക്ഷപ്പെടുത്തുമ്പോൾ നൗഷാദ് എന്നുള്ള എടുത്തു ചാടിയിട്ട് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്ത് സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഒരു ടീം നമുക്ക് കേരളത്തിലുണ്ട്. അത് മറ്റു സ്റ്റേറ്റുകളിൽ അവരുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ടീമിനെ നമ്മൾ കൂടുതൽ ട്രെയിനിങ് കൊടുത്ത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ സിവിൽ ഡിഫൻസ്, സാവധാനത്തിനെ പോലെ കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ ട്രെയിനിങ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ അണ്ടറിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടറിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ആ ടീമിനേക്ക് ആക്ച്വലി കർണാടകയിൽ സിവിൽ ഡിഫൻസ് എല്ലാം ആക്റ്റീവാണ്. അപ്പോൾ അവരെയൊക്കെ അവർ കൊണ്ടുവരേണ്ടി വരും. ഈ ദുരന്ത പ്രദേശത്ത് കൊണ്ടുവന്ന് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത്. പിന്നെ ഇതുപോലുള്ള മീഡിയ ആയാലും എല്ലാവരും ഇങ്ങനെയുള്ള ആവശ്യം. കാരണം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, ഇപ്പോൾ എത്യോപ്യയിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. 227 പേരെന്തോമാണ് മരണപ്പെട്ടതായിട്ട് അറിഞ്ഞത്. കാരണം അത് പകുതി പേര് മരിച്ചത് ആ രക്ഷാപ്രവർത്തനത്തിന് ഇടയിലാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിന് ഇടയ്ക്ക് വീണ്ടും ഉൾപ്പെടൽ മണ്ണിടിച്ചിലുണ്ടായി. അതുകൊണ്ട് അവർ പെട്ടുപോയി. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ ആ ഏരിയയിലുണ്ടാവും. ഇപ്പോൾ മഴ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ ഇപ്പോൾ കുന്നിൻ്റെ ഒരു ഇടിയാൻ ബാക്കിയുണ്ട്, നല്ലോണം ഇടിയാൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ആ ഒരു കമാൻഡിങ് ചാർജുള്ള ഓഫീസറാണ് അത് കണ്ടുപിടിക്കേണ്ടത്, ആ റിസ്ക് എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരുടെ ഡയറക്ഷൻ വരെ പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാരണം വീണ്ടും ഒരു സ്ലൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ ഒരിക്കലും അവിടുന്ന് മാറി ആ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മരണമല്ലാതെ വേറെ സംഭവം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ സ്ലൈഡിന്റെ പാത്തിലായപ്പോൾ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാഠമായി കൂടെ മാറാൻ ഉണ്ട്. എന്തായാലും അർജുന്റെ കാര്യത്തിൽ നാളെ ഒരു ശുഭവാർത്ത വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് മാനുഷികമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അതാണ്. ബാക്കി എന്ത് എന്നുള്ളത് നാളെ അറിയാം. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു. നമസ്കാരം.